ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഇഞ്ചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എന്നിട്ട് നമ്മൾ ആ കുസൃതിച്ചോടത്തിലോട്ട് കിടക്കാം. ഓക്കെ, പേര് പറയോ? ഗോപിക. ഫിയ. എല്ലാവരും ഫ്രണ്ട്സാണോ അതാ ഫാമിലിയാണ്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേഹം മുഴുവൻ തലയിൽ മാത്രം കിരീടം. എന്തുവാണ് ആ സാധനം? ദേഹത്ത് മുഴുവൻ മുള്ളുമല്ലേ ഇരിക്കും, തലയിലൊരു കിരീടം പോലെ. ക്ലൂ ചക്ക അതുപോലത്തെ ഒരു ഇതാണ്, ഫ്രൂട്ടാണ്. പൈനാപ്പിൾ. ദേഹം മുഴുവൻ മുൾ, തലയിൽ മാത്രം കിരീടം. അതെന്റെ ബുദ്ധിയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ അല്ല, കുസൃതി ചോദ്യം. വേദനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കാലേക്ക് സ്ഥലപ്പേര്, രാജ്യത്തിൻ്റെ പേര്. ക്ലൂ മീൻസ് ഇംഗ്ലീഷ് വേർഡാണ്. അതായത് ഇപ്പോൾ വേദനയുടെ ഇംഗ്ലീഷ് എന്തുവാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥലപ്പേര്. എളുപ്പമാണ്, ഒരു രാജ്യത്തിൻ്റെ പേരാണ്. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം, പെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ രാജ്യം അറിഞ്ഞൂടാ? ഓക്കെ, അപ്പോൾ അത് നമുക്ക് വ്യൂവേഴ്സിനും എടുക്കാം. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. മീന്. ഉറപ്പറഞ്ഞു, മീന്. മീനാണ് ഉത്തരം. ഓക്കെ, പേരെന്തിരുന്നു? ഗോപിക. ഗോപിക എനിക്ക് സമ്മാനം കൊണ്ടാണ് കേട്ടോ മിക്കവാറും. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം. ഗോവ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം. അങ്ങനെ ചിന്തിക്കല്ലേ, കുസൃതി ചോദ്യമാണ്. ആ വരമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ ആലോചിക്ക്. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം. വിവരം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ടൊക്കെ പാടാറിയാമോ? പാട്ടൊന്നും അങ്ങനെയുള്ളതൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്? കുസൃതി ചോദ്യമാണേ, ആ ലെവലിൽ ചിന്തിക്കണം. ചിക്കൻ കുനിയും തമ്മിലുള്ള ബന്ധം. ചിക്കൻ കുനിയ അസുഖം. അസുഖമാണ്. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം. ഫുഡും കുസൃതി ചോദ്യം. അറിഞ്ഞൂടാ? അറിയാൻ വയ്യ? ഓക്കെ, ക്ലൂ ഇതാണ്. കുസൃതി ഇതിന് ഞാൻ ക്ലൂ പറഞ്ഞ ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം. ചപ്പാത്തി നമ്മൾ എന്താണ് ചെയ്യണത്? തിന്നുന്ന. അതെന്തോന്നാണത്? അതെന്തോന്നാണ് പറയണ? ഇങ്ങനെ ആക്കണേന് എന്തിനു പറയണ? ചിക്കൻ കുനിയ ആര് വരുത്തും? ചപ്പാത്തി ആര് വരുത്തും? അതാണ് അതിന്റെ വ്യത്യാസം. ഇല്ല, ഇത് ഞാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യന്, പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്. കൈ കൊണ്ട്. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ ഭാഗത്തുനിന്ന് എന്തുണ്ട്? കൈ കൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളു. ഇതുവരെ ഗോപികയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കൂടുതലും. അടുത്ത ക്വസ്റ്റ്യൻ, ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വയ്ക്കുന്ന സാധനം എന്ത്? ക്ലൂ, ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ. അപ്പോൾ ഹിന്ദിയും മലയാളത്തിലും ഉള്ളൊരു വാക്കാണത്. എന്നുവെച്ചാൽ ഹിന്ദിയിൽ അതൊരു പോക്കറ്റ് വയ്ക്കുന്ന സാധനവും മലയാളത്തിൽ ആ വാക്ക് വരുമ്പോൾ നമ്മളത് അടുപ്പിലാണ് വയ്ക്കണത്. ഒരു സാധനത്തിൻ്റെ പേരാണ് അത്. ഹിന്ദിയിലും നമ്മൾ ഉപയോഗിക്കുന്നത്. പൈസ ഇല്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്ഥിരം ഉപയോഗിക്കും. പെൻസില്
ആ ആ പേന. അതിൻ്റെ ഹിന്ദി എന്തോന്ന്? കലം. ആ അത് മലയാളീസ് അടുപ്പിൽ വയ്ക്കും, ഹിന്ദിക്കാർ പോക്കറ്റിൽ വയ്ക്കും. മനസ്സിലായ? അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ഒരക്ഷരമാണ്. ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. ആലോചിച്ച് നോക്ക്. എല്ലാ അക്ഷരങ്ങളും കൂടെ കൂട്ടിയൊന്ന് നോക്ക്, പറഞ്ഞു നോക്ക്. അത് പുകയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കാവണുണ്ടോ നോക്ക്. അത് തന്നെ. കിട്ടിയില്ല. ഞാൻ ഒരു ക്ലൂ തരാം. 2 ആൽഫബറ്റ് കൂടെ ചേർത്ത് നോക്ക്. ഏതെങ്കിലും 2 ആൽഫബറ്റ് ചേർക്കുമ്പോൾ നമ്മൾക്കൊരു പുക വരുന്ന ഒരു സാധനത്തിൻ്റെ പേര് കിട്ടും. സ്റ്റാർട്ടിങ്ങിലോട്ട് വാ, ലാസ്റ്റ് പോവാതാ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആൽഫബറ്റ് ആലോചിക്ക്. അറിഞ്ഞൂടാ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇത് ഞാൻ പറയണം. കിട്ടിയില്ല. ഇത് ഞാൻ പറയണോ അതാ വ്യൂവേഴ്സിന് പറയാൻ കൊടുക്കണം? പറയട്ടെ, വ്യൂവേഴ്സിന് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസറും നമ്മുടെ മത്സരാർത്ഥികൾക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ നിങ്ങൾക്ക് തരാണ്, വ്യൂവേഴ്സിന് തരാണ്, ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യമാണേ. രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു 2000 രൂപയുടെ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു. രാമു ഉണക്കമീൻ എടുത്തു, 2000 രൂപ അവിടെ തന്നെ വെച്ച്. അതെന്ത്? രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു 2000 രൂപയുടെ നോട്ടും ഒരു ഉണക്കമീനും കണ്ട്. രാമു 2000 രൂപയുടെ നോട്ട് ഉണക്കമീൻ തിന്നോ? 2000 രൂപ എടുത്താലും സാധനം വാങ്ങിക്കാം. ചിന്തിച്ചു നോക്ക്. രാമുവിന് വഴിയിലൂടെ നടന്നു പോയപ്പം 2000 രൂപയും അവിടെ കിടക്കുന്നുണ്ട്, ഒരു ഉണക്കമീനും കിടക്കുന്നുണ്ട്. 2000 രൂപ അവിടെ ഇട്ടിട്ട് ഉണക്കമീൻ രാമുങ്ങ എടുത്ത്. അതെന്താ 2000 രൂപ എടുക്കാത്ത? എളുപ്പമാണ്, ചിന്തിച്ചു നോക്ക്. ഞാൻ രാമുവിനെ പറഞ്ഞിട്ടുള്ളൂ. ക്ലൂ അതാണ്, ഞാൻ രാമുവിനെ പറഞ്ഞിട്ടുള്ളൂ. അതാരാണെന്നാ എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അതാരായിരിക്കും എന്ന് ചിന്തിച്ചു നോക്ക്. പൂച്ച. രാമു പൂച്ചയാണ്, അതുകൊണ്ടാണ് ഉണക്കമീൻ. 2000 രൂപ പൂച്ചയ്ക്ക് വേണ്ടല്ലോ. നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞ്. അതാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് ഗോപികയാണ്. അപ്പം നമ്മളെ സമ്മാനം ഗോപികയ്ക്കാണ്. അപ്പം നമുക്ക് VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമ്മൾ ഗോപികയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് സമ്മാനം കൊടുക്കാം എല്ലാവരും ഒന്ന്. അപ്പം നമ്മുടെ ഇഞ്ചോടിഞ്ചിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.